ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു സിമ്പിളായിട്ടുള്ള പോസ്റ്റർ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന്. കൂടാതെ ഇതൊരു റിക്വസ്റ്റർ വീഡിയോ ആണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊരു പോസ്റ്റർ മേക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്ത് സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈദിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് ഈ ഓഫർ ഇടുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ടായി കിട്ടും. ഇപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ ഓഫർ ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു പോസ്റ്റർ മേക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര ക്രോപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓഫർ ഇടുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒറിജിനൽ റേറ്റും പിന്നെ ഓഫർ ഇടാൻ ഉദ്ദേശിക്കുന്ന റേറ്റും ഞാൻ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓഫർ ഇടാതെ പോസ്റ്റർ മേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ റേറ്റ് തന്നെ അവിടെ ടെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഓഫർ ലിസ്റ്റ് ഇട്ട് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് മുന്നേ ഞാനൊരു വാലൻറ്റൈൻസ് ഡേ ഓഫർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നെയ്സ്ലിപ്പിൻ്റെ പോസ്റ്റർ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയും അതിൻ്റെ താഴെ പ്രൈസും അങ്ങനെ കൊടുത്തിട്ടാണ് ഓഫർ പോസ്റ്റർ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. തീരെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫർ ലിസ്റ്റ് ഇടുന്നതാവും ഫസ്റ്റ് നല്ലത്. കാരണം മറ്റുള്ളവരുടെ വർക്കിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പ്രൈസ് ലിസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാതും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈലും കളറും ഒക്കെ മാറ്റി കൊടുക്കാം. പിന്നെ 2 സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റയിൽ ഹായ് പറയാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹിൻവ, സുലേഖ, മിസിരിയ ഇവരാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പേർക്കും ഒരു ഹായ്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇനി സ്റ്റിക്കറിൽ പോയിട്ട് റെഡ് ലൈൻ എന്ന് സെർച്ച് ചെയ്യാണ്. എന്നിട്ട് അതിലൊരു ലൈൻ സെലക്ട് ചെയ്തിട്ട് ഒറിജിനൽ റേറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ പ്രൈസ് ലിസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ ഒറിജിനൽ റേറ്റും വന്ന് എത്രത്തോളം ഓഫർ ഉണ്ട് എന്ന് കസ്റ്റമർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രൈസ് ലിസ്റ്റ് ഇടുന്നത്. പിന്നെ അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് എല്ലാത്തിലും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇനി സ്റ്റിക്കറിൽ പോയിട്ട് ഓഫർ എന്ന് ടൈപ്പ് ചെയ്യാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇനി ടെക്സ്റ്റിൽ പോയിട്ട് DM ഫോർ ഓർഡേഴ്സ് എന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമൈസ്ഡ് ആൾ ടൈപ്പ് ഗിഫ്റ്റ്സ് എന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റിക്കറിൽ പോയിട്ട് വീണ്ടും ഇൻസ്റ്റാഗ്രാം ഐക്കണും വാട്സപ്പ് ഐക്കണും ഒക്കെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ID അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഈ ഫാമിലി 1K ആവാറായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് 1K ആവാറായത്. ഇനിയും നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. 1K ആയാൽ ഞാനൊരു ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗീവ് അവേയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസിലാണ് പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ആ ടെക്സ്റ്റിൻ്റെ ഒക്കെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൈസ് ലിസ്റ്റ് ഇടുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്ത് അവരോടൊക്കെ സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഓർഡേഴ്സൊക്കെ കിട്ടും. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.